നിങ്ങളുടെ ടീമിൽ ഒരു മെമ്പർ ഉദ്ദേശിച്ച പോലെ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കറണ്ട് ഡേറ്റിൽ ആ ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കണം. ഹലോ, ഒരു മാനേജർ എന്ന നിലയിൽ നിങ്ങളുടെ ടീമിലെ അണ്ടർ പെർഫോമൻസിനെ മാനേജ് ചെയ്യുമ്പോൾ പറ്റുന്ന കുറച്ച് മിസ്റ്റേക്സുകളാണ് ഇവിടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇഗ്നോറിങ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ടീമിൽ ഒരു മെമ്പർ ഉദ്ദേശിച്ച പോലെ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കറണ്ട് ഡേറ്റിൽ ആ ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കണം. അദ്ദേഹം ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ഒരു പക്ഷേ പ്രോപ്പർ ആയിരിക്കില്ല, അദ്ദേഹത്തിന് ഒരു പക്ഷേ ടെക്നിക്കൽ അതർ ഗ്ലിഞ്ചസ് ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സെറ്റിംഗ് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ നിങ്ങളുടെ ടീം മെമ്പർക്കോ ടീം മെമ്പേഴ്സിനോ നിങ്ങൾ നൽകുവാണെങ്കിൽ അതും ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിക്കാം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിലേ ഇൻ ഐഡന്റിഫൈങ് പുവർ പെർഫോമൻസ്. നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരെ, അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ആൾക്കാരെ വൈകി നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് മറ്റൊരു പ്രശ്നത്തിലേക്ക് നയിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എക്സ്പെക്ടിങ് ഇൻസ്റ്റന്റ് റിസൾട്ട് ഫ്രം എ ട്രെയിനിങ് ഓർ എ കോച്ചിങ് പ്രോഗ്രാം. നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ ഒരു കോച്ചിങ് പ്രോഗ്രാമിലേക്ക് വിട്ടതിന് ശേഷം ഉടനെ തന്നെ അവിടെ പെർഫോമൻസിലെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു കാര്യമാണ്. നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാമോ?